ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ട് പേരുടേതാണ്. രണ്ട് പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസ് ഉണ്ട്, എന്നാലും ഒരുപാട് കേൾസ് ഇല്ല, തിക്നെസ് കുറവാണ് ഹെയറിന്. ക്രൗൺ ഏരിയയിലാണ് തീരെ തിന്നായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ക്രൗൺ ഏരിയ നല്ല തിക്നെസ് തോന്നിക്കുന്ന രീതിയിലും ക്രൗൺ ഏരിയ നല്ല ഭംഗിയായിട്ട് കിട്ടത്തക്ക രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്. നേരത്തെ കുട്ടിയൊന്ന് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ നല്ല ഡാമേജ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഡാമേജുള്ള ഹെയറൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസുള്ള ഹെയറാണ്, കാരണം ക്രൗൺ ഏരിയയിൽ ഒരുപാട് തിക്നെസ് കുറവ് ഹെയറിന്. എന്നാൽ ബാക്കിലോട്ട് ഹെയർ ഉണ്ട്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. അതുപോലെ തന്നെ ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണം. കാരണം പ്രോട്ടീൻ ചെയ്യുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു വിട്ടിട്ടുള്ള ഹെയർ എല്ലാം കിളിർത്ത് വരികയും ചെയ്യും. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയർ ഇതാണ്, നല്ല ഭംഗിയുള്ള ഹെയറാണ്. അതുപോലെ ഫേസിന് നല്ല ചേഞ്ച് ആയിരുന്നു നമ്മൾ ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഒരുപാട് കേൾസില്ല ഹെയർ. അതുകൊണ്ട് ഇത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് റൂട്ട് ടച്ച് ചെയ്താലും മതിയാവും. ക്രൗൺ ഏരിയ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടും അതുപോലെ തിക്നെസ് കൂടുതലുമായി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ. അപ്പോൾ ഈ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, ഫ്രിസി ഡ്രൈനസും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വരാൻ പറ്റാത്തത് കാരണം ഇത് വേറെ ഒരിടത്ത് പോയിട്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ് പിന്നെ കിളിർത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കിളിർത്ത് വരുന്ന ഹെയറും നല്ല ഡാമേജാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യുകയാണെങ്കിൽ കിളിർത്ത് വരുന്ന ഹെയറിന് ഡാമേജ് വരത്തില്ല, നല്ല ഹെയറായിട്ട് തന്നെ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ടാണ് കിട്ടിയത്. അതുപോലെ ഇതിനി കിളിർത്ത് വരുമ്പോൾ 50% കൂടുതൽ കേൾസ് കുറവായിരിക്കും ഇനി ഇറങ്ങുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രോട്ടീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയറിന് ലെങ്തും വെക്കും. അതുപോലെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിളിർത്ത് വരികയും ചെയ്യും. അതുപോലെ ഇത് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും ചെയ്യണം. കാരണം നല്ല ഡാമേജും നല്ല ഡ്രൈനസും ഉള്ള ഹെയറാണ്. ചിലപ്പോൾ ഈ ഡാമേജൊക്കെ മാറി നല്ല ഹെയർ ആയിരിക്കും, നല്ല സ്മൂത്തായിട്ടുള്ള ഹെയർ ആയിരിക്കും ഇനി കിടക്കുന്ന ഹെയർ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് ടച്ച് മാത്രം ചെയ്താൽ മതി, കെരാറ്റിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. അപ്പോൾ ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുക. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടൂരിന് ഇടയ്ക്കാണ് ചാരുമുട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂരും. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.